വീണ്ടും ഭക്തജനങ്ങളിലേക്ക് പോകണം, പറയാം പെട്ടെന്ന്. നമ്മളിപ്പോൾ ഭക്തൻ്റെ ആവശ്യം അനുസരിച്ചാണ് ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റി എന്നാണ് പറയുന്നത്. പക്ഷേ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തെ റോഡുകളുടെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു, അതിൻ്റെ ശോചനീയാവസ്ഥ കാര്യങ്ങളൊക്കെ. പക്ഷേ വർഷങ്ങളായിട്ട് ഗുരുവായൂരിൽ നടക്കുന്നത് ഒരു സീസൺ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതായത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഏകാദശി വിളക്ക് സ്റ്റാർട്ട് ചെയ്ത് അന്നൊട്ട് പണി തുടങ്ങുക. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഗണപതി കോവിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ ചവിട്ടിയിട്ടാണ് സ്വാമിമാരൊക്കെ അമ്പലത്തിലേക്ക് വന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം നമ്മുടെ കല്യാണ മണ്ഡപങ്ങളുടെ അവിടെ നിന്ന് അങ്ങോട്ട് കിഴക്കോട്ട്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഗുരുവായൂരിന്ന് പല ആളുകളും ചെന്നിട്ട് അവരോട് വർക്ക് നിർത്താൻ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞതെന്താ വെച്ചാൽ ഇത് ഞങ്ങളോട് എത്രയും പെട്ടെന്ന് തീർക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ വർക്ക് നടക്കുന്നത് ക്ഷേത്രക്കുളത്തിൻ്റെ ചുറ്റുഭാഗം കോൺക്രീറ്റ് നടക്കുകയാണ്. ഇപ്പോഴും ആ പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏകാദശി തുടങ്ങിയിട്ട് എത്ര ദിവസമായി വിളക്ക് തുടങ്ങിയിട്ട്? ഇത് വളരെ ആസൂത്രിതമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പേപ്പറിലൊക്കെ നമ്മളെല്ലാ കൊല്ലവും നമ്മൾ കാണാറുണ്ട് ഓരോ ക്ഷേത്രങ്ങളും അവരെ പരസ്യങ്ങളും കൊടുക്കുന്നത്. ഒരാഴ്ച മുന്നേ തന്നെ എല്ലാ പ്രവർത്തികളും കഴിഞ്ഞു, ഭക്തർക്ക് തൊഴാനും വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടുള്ള ഇതുകൾ. പക്ഷെ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വർഷങ്ങളായിട്ട് ഈ അയ്യപ്പ ഭക്തന്മാരൊക്കെ വരണമെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഈ കോൺക്രീറ്റിലൂടെയും ഈ ചെളിയിലൂടെയും ഇതിലൂടെ ഒക്കെ ചവിട്ടിയിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് വരാൻ. പിന്നെ ഇപ്പോൾ സ്വാമി പറഞ്ഞൊരു പോയിന്റ്, വെടിക്കെട്ട് ആന. ഇപ്പോൾ വെടിക്കെട്ടില്ലെങ്കിലും ആനല്ലെങ്കിലും അമ്പലത്തിൻ്റെ അകത്ത് നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്ക് വല്ല മാറ്റവും തൃശ്ശൂർ വരുത്തുന്നില്ല. ആനയും വെടിക്കെട്ടൊക്കെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ക്ഷേത്രത്തിൻ്റെ അകത്ത് നടക്കേണ്ട ആചാര അനുഷ്ഠാനങ്ങളെയാണ് ഈ മാറ്റിമറിക്കുന്നത്. അതും ചില വ്യക്തികളുടെ താല്പര്യത്തിനനുസരിച്ച്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധകമാണ്. അതുപോലെ തന്നെ ഗുരുവായൂരിൽ ഏകാദശി ആരംഭിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നെങ്കിലും വിളക്കുകൾ ആരംഭിക്കുന്നതിന് മുന്നേ ഈ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തലാക്കണം. ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസം മുന്നത്തെ പത്രത്തിൽ കണ്ടു, മഞ്ജുളാലിൽ പുതിയ ഗരുഡൻ്റെ പ്രതിമ സ്ഥാപിക്കലും കൂടാതെ ഒരു കവാടത്തിൻ്റെ നിർമ്മാണം 2 ആഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുന്നതാണ് ചെയർമാൻ്റെ പ്രസ്താവന നമ്മൾ പേപ്പറിൽ വായിച്ചത്. അപ്പോൾ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ നിർമ്മാണ പ്രവർത്തനം മഞ്ജുളാൽ പരിസരത്ത് ആരംഭിച്ചാലത്തെ സ്ഥിതി എന്താ? ഒരൊറ്റ ഭക്തന് പോലും അവിടെ നിന്ന് കിടക്കാൻ. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിർബാധം നടക്കുന്നുണ്ടല്ലേ? നിർമ്മാണ പ്രവർത്തനങ്ങൾ സീസൺ അനുസരിച്ച്, അതായത് ഇപ്പോൾ ഈ ഏകാദശി കഴിഞ്ഞാൽ എല്ലാ നിർമ്മാണ പ്രവർത്തനവും നിൽക്കും. പിന്നെ അടുത്ത ഏകാദശി അതിന്റെ പ്രയോജനം ഭക്തർക്ക് ലഭിക്കുന്നുമില്ല. ഭക്തർക്ക് എങ്ങനെ ഈ ചെളിയിൽ കൂടെ ചവിട്ടിയിട്ട് ഭക്തർക്ക് വരാൻ? ശരിക്കും ഇപ്പൊ ഏകാദശിയൊക്കെ എല്ലാ വർഷങ്ങളിലും വരുന്ന സംഭവമാണ്. ഇതിന്റെ ഒരു 4 ദിവസം മുന്നെങ്കിലും എല്ലാ പണികളും അവസാനിപ്പിച്ചുകൊണ്ട് ഭക്തരെ വരവേൽക്കാൻ തയ്യാറാവേണ്ട ദിവസം. അതിനു പകരം ഈ സ്വാമിമാർ വരുന്ന സമയത്തും നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. ഇപ്പൊ ചെയർമാൻ പറഞ്ഞുള്ള 2 ആഴ്ചയ്ക്കുള്ളിൽ മഞ്ജുളാൽ പരിസരത്ത് കവാടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതാണ്. ആരംഭിക്കില്ലോ നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാൻ പേപ്പറിൽ നിന്ന് വായിച്ചു. അവിടെ ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ എന്തായിരിക്കും സ്ഥിതി?